ഒരു സംഘടനാ നേതാവിൻ്റെ വലിപ്പം. ചന്ദ്രമോഹൻ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. വായുവിൽ നിന്നും എന്തോ എടുത്തു പറയുന്നത് പോലെ തോന്നിച്ചു. അണികൾ അക്ഷമരാകുന്നത് കണ്ട് ചന്ദ്രമോഹൻ പ്രസംഗത്തിൻ്റെ ചുവടൊന്നു മാറ്റി. സംഘടന നേരിടുന്ന പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും കുറിച്ചായിരുന്നു പ്രസംഗം. സംഘടന നേരിടുന്നതും നേരിടേണ്ടി വരുന്നതുമായ പ്രതിസന്ധികളും വെല്ലുവിളികളും നേതാക്കളെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്ന മട്ടിലായിരുന്നു അണികളുടെ പ്രതികരണം. ഒടുവിൽ അണികൾക്ക് ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്പറിട്ട് നിരത്തി. അണികൾ തങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത തങ്ങളുടെ അവകാശങ്ങളെപ്പറ്റി ചന്ദ്രമോഹൻ ഓർമ്മപ്പെടുത്തിയതിനെ മനസ്സാ നമിച്ചു. ചന്ദ്രമോഹന്റെ പ്രസംഗത്തിന്റെ തുടർച്ചയെന്നോണം നീണ്ട കരഘോഷം മുഴങ്ങി. ചന്ദ്രമോഹൻ ചില്ലറ മോഷണങ്ങളുമായി ചെറിയ ചെറിയ അടിപിടികളുമൊക്കെയായി കഴിയുന്ന കാലം. എല്ലാ കേരളീയനെയും പോലെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന് തുടർന്ന് പഠിക്കുക എന്ന ചിന്ത തന്നെയാണ് മുന്നിട്ട് നിന്നത്. അങ്ങനെയാണ് ചന്ദ്രമോഹൻ കോളേജിലെത്തിയത്. ചന്ദ്രമോഹനെ സംബന്ധിച്ചിടത്തോളം കോളേജ് അമ്പരപ്പിക്കുന്ന ഒന്നായിരുന്നു. നീണ്ട വിശാലമായ കെട്ടിടങ്ങൾ, പുൽത്തകിടിയും പൂന്തോട്ടവും കൊണ്ട് അതിൻ്റെ ഗാംഭീര്യം വർദ്ധിച്ചു. പടുകൂറ്റൻ വൃക്ഷങ്ങൾ അതിൻ്റെ പ്രൗഢിയുടെ അലങ്കാരമായി മാറി. കാടും അരുവിയും അതിൻ്റെ ആനന്ദവുമൊക്കെ കണ്ടും കേട്ടും വളർന്ന ചന്ദ്രമോഹനന് കൊട്ടാര സദൃശ്യമായ കോളേജിൻ്റെ കൽഭിത്തികൾ പോലും ഒരു യക്ഷിക്കഥയിലെ പോലെ തോന്നിച്ചു. വിസ്മയങ്ങളുടെ പറുദീസയിൽ നിന്നും നേതാവിൻ്റെ കുപ്പായത്തിലേക്കുള്ള പലായനം ആരംഭിക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾ ആരവമായി മുദ്രാവാക്യം വിളിച്ച് സംഘം ചേർന്ന് നീങ്ങുന്നത് ചന്ദ്രമോഹൻ കൗതുകത്തോടെ നോക്കി നിന്നു. പിന്നീട് ആരവമൂത്ത് സംഘം ചേരൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് മനസ്സിൻ്റെ കോണിൽ എവിടെയോ അടക്കി വെച്ചിരുന്ന ചട്ടമ്പിയുടെ കുപ്പായം അണിയാൻ അയാളെ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് ചന്ദ്രമോഹൻ കോളേജിലെ വിദ്യാർത്ഥി സംഘടനയിൽ അംഗമായതും വിദ്യാർത്ഥികളുടെ നേതാവായതും. സംഘം ചേരൽ നൽകുന്ന ആത്മബലത്തിൽ സംഘം ചേർന്ന സംഘർഷമുണ്ടാക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നതായിരുന്നു ചന്ദ്രമോഹന്റെ പ്രസംഗങ്ങൾ. കോളേജ് ഹോസ്റ്റലും അതിലെ സൗകര്യങ്ങളും അയാൾക്ക് സൗഹൃദ വലയം വർദ്ധിപ്പിക്കാൻ ഏറെ സഹായകമായി. രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടിപിടിക്കാനും അടിപിടിക്കാനും പറ്റിയ ഒരു വിദ്യാർത്ഥി നേതാവിനെയായിരുന്നു വേണ്ടിയിരുന്നത്. ചന്ദ്രമോഹനിലൂടെ അത്തരമൊരു വിദ്യാർത്ഥി നേതാവിനെ അവർ കണ്ടു. താളത്തിനൊത്തു കൊഴുപ്പുകൂട്ടാനും താളം തെറ്റിയാൽ തെന്നിമാറാനുമുള്ള ചന്ദ്രമോഹന്റെ ശ്രമം അയാളുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിച്ചു. രാഷ്ട്രീയ നേതാക്കളുമായുള്ള പരിചയം മുതലാക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. സംഘടനയുടെ പേരിൽ രാഷ്ട്രീയ നേതാക്കളുടെ സഹായത്തോടെ പിരിവ് നടത്തി. രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രിയപ്പെട്ടവനും എതിരാളികൾക്ക് ആശങ്കയുമായിരുന്ന വിദ്യാർത്ഥി നേതാവെന്ന നിലയ്ക്ക് കണക്കുകളൊന്നും അയാൾക്ക് ആരെയും ബോധിപ്പിക്കാനുണ്ടായിരുന്നില്ല. സംഘം ചേർന്നുള്ള ഭീഷണിയിൽ അയാൾക്ക് കൂടുതൽ ശക്തി ലഭിച്ചിരുന്നു. ഒറ്റപ്പെട്ടവർക്കാകട്ടെ സംഘം ചേർന്നുള്ള സംഘട്ടനത്തിൽ ആകാംക്ഷയും ഭയപ്പാടുമുണ്ടായിരുന്നു. ഇരു കൂട്ടർക്കുമിടയിൽ ചന്ദ്രമോഹൻ ആരവമായി ചെറുകടലായി ഇരമ്പി. വനിതകളുടെ ഭാഗത്തു നിന്നും ആരും തന്നെ സംഘടനയിൽ സജീവമായി മുന്നോട്ട് വരുന്നില്ല എന്നത് സംഘടനയുടെ കുറവായി ചന്ദ്രമോഹൻ കണ്ടു. കോളേജ് ക്യാമ്പസിലെ പ്രണയങ്ങളുടെ കൂട്ടത്തിൽ സംഘടനയുടെ പ്രണയ ജോഡികളെ അയാൾ തിരിച്ചറിഞ്ഞു. അവരിൽ ആരെയെങ്കിലും വനിതകളുടെ ഭാഗത്തു നിന്നും സംഘടനയ്ക്കായി ആളെ കൂട്ടാൻ ലഭിക്കുമോ എന്ന് ശ്രമം നടത്തി. ശ്രമം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രമോഹന് ഒരാരാധികയെ ലഭിക്കുന്നത്. ആരാധികയെ തൻ്റെ സ്വന്തം പ്രണയ ജോഡിയാക്കാൻ ചന്ദ്രമോഹന് ഏറെ പണിപ്പെടേണ്ടി വന്നില്ല. അങ്ങനെയാണ് കുസുമം ചന്ദ്രമോഹനുമൊത്തുള്ള സംഘടനാ പ്രവർത്തനങ്ങളിൽ വ്യാപൃതയായത്. ഏറെ വായനയും അതിലേറെ സംഘടനാ സ്വപ്നവുമുള്ള കുസുമത്തിന് വൈകാതെ തന്നെ തൻ്റെ തെറ്റു മനസ്സിലായി. അകന്നു കാണുമ്പോഴുള്ള ചന്ദ്രമോഹനല്ല അടുത്തെറിയുന്ന ചന്ദ്രമോഹൻ എന്നവൾ മനസ്സിലാക്കി. ചന്ദ്രമോഹനിൽ തെമ്മാടിയും ക്രിമിനലും ഒളിച്ചിരിപ്പുണ്ടെന്ന് കുസുമം തിരിച്ചറിഞ്ഞു. കുസുമത്തിന് ചന്ദ്രമോഹനിൽ നിന്നും പിന്മാറാനുള്ള അവസരം അയാൾ നിഷേധിച്ചു. കുസുമവുമൊത്തുള്ള തെറ്റായ പ്രചാരണത്തിന് അയാൾ തന്നെ നേതൃത്വം നൽകി. മാനഹാനിക്കും മനസ്സംഘർഷത്തിനുമിടയിൽ ചന്ദ്രമോഹന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമേ കുസുമത്തിന് നിർവാഹമുണ്ടായിരുന്നുള്ളൂ. കുസുമത്തിന് ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടണമെന്നുണ്ടായിരുന്നു. എവിടെയോ കരുത്തു ചോർന്നു പോയതുപോലെ. ചന്ദ്രമോഹന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നീങ്ങുന്ന ഒരു പാവയായി മാറിയോ എന്ന് കുസുമം സംശയിച്ചു. ഒരുവിധം പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ചന്ദ്രമോഹന് പുറത്തെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ ഏറെ പാടുപെടേണ്ടി വന്നു. എന്നിട്ടും
കോളേജ് രാഷ്ട്രീയത്തിലെ അത്ര ശോഭിക്കാൻ തനിക്ക് കഴിയുന്നില്ലെന്ന് കാലം തെളിയിച്ചുകൊണ്ടേയിരുന്നു. കുസുമത്തിൻ്റെ കാര്യത്തിൽ ചന്ദ്രമോഹനെ പലപ്പോഴായി കൂട്ടുകാർ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ വയ്യാത്ത വിധം കെട്ടുപാടുകൾ മുറുകിയോ എന്ന് കുസുമത്തിന് സംശയം തോന്നി. മറ്റൊന്നും ചെയ്യാൻ കുസുമത്തിന് ആകുമായിരുന്നില്ല. വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് കൂട്ടുകാരുടെ പ്രേരണയ്ക്ക് വഴങ്ങി കുസുമം ചന്ദ്രമോഹനോടത്ത് താമസമാക്കി. പ്രതീക്ഷകൾക്ക് നേരിയ സാധ്യത പോലും മങ്ങിയതായി കുസുമത്തിന് തോന്നി. കൂട്ടുകാർക്കിടയിൽ അവരോടൊത്ത് അവരുടെ ചിലവിൽ എത്ര നാൾ എന്ന ചിന്ത കുസുമത്തിനെ വല്ലാതെ അലട്ടി. ഇനിയൊരു തിരിച്ചുപോക്ക് സാധ്യമല്ലാത്ത വിധം കെട്ടുപാടുകൾ കൂടുതൽ മുറുകുന്നതിൽ കുസുമത്തിൻ്റെ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെടുന്നുണ്ടായിരുന്നു. കുസുമത്തിനൊരു ജോലി തരപ്പെടുത്തി കൊടുക്കുന്നതിൽ ചന്ദ്രമോഹനേക്കാൾ പ്രയത്നിച്ചത് കൂട്ടുകാരായിരുന്നു. അതിലവർ വിജയിക്കുക തന്നെ ചെയ്തു. വീടിനെപ്പറ്റിയോ വീട്ടുകാര്യങ്ങളെപ്പറ്റിയോ ചന്ദ്രമോഹൻ അന്വേഷിക്കാറില്ല. വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കുന്നതിലുള്ള ചന്ദ്രമോഹന്റെ വിമുഖതയും അലസതയും കുസുമത്തിന് അയാളോടുള്ള വെറുപ്പ് വർദ്ധിപ്പിച്ചു. ഒരു ദിവസം കുസുമം പറഞ്ഞു, നമുക്ക് പിരിയാം. ചന്ദ്രമോഹൻ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞു തുടങ്ങിയത്. പിന്നെ കുസുമത്തിനെ തല്ലാനും തുടങ്ങി. അയാൾ പറഞ്ഞു, ഞാൻ നിനക്ക് ജോലി വാങ്ങി തന്നു. നീ രേഖാമൂലം എൻ്റെ ഭാര്യയാണ്. ഞാൻ എവിടെയുണ്ടോ അവിടെ നീയും ഉണ്ടാകും. അല്ലായെങ്കിൽ നിന്നെ മാത്രമല്ല, നിന്നെ സംരക്ഷിക്കാനായി വരുന്നവരെയും ഒരു പാഠം പഠിപ്പിക്കും. ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാഠം. കുസുമം തേങ്ങിക്കൊണ്ടേയിരുന്നതേയുള്ളൂ. ചന്ദ്രമോഹന്റെ പ്രവൃത്തികളെ നന്നായി അറിയാവുന്ന കുസുമം ഏങ്ങലടക്കി നിന്നതേയുള്ളൂ. കുസുമവുമായുള്ള ഏറ്റുമുട്ടലിന് ശേഷമാണ് സ്വന്തമായ ഒരു ജോലിയെപ്പറ്റി ചന്ദ്രമോഹൻ ആലോചിച്ചു തുടങ്ങിയത്. ചന്ദ്രമോഹൻ ജോലിക്ക് ശ്രമിക്കുന്നു എന്നറിഞ്ഞതിൽ കുസുമം ഏറെ സന്തോഷിച്ചു. കഴിയാവുന്നത്ര പത്രത്താളുകളും മറ്റും പരിശോധിക്കുക പതിവാക്കി. പരിചയക്കാരോടും മറ്റും ചന്ദ്രമോഹന് യോജിച്ച ജോലിയെപ്പറ്റി അന്വേഷിക്കും. ജോലിക്ക് പോയി തുടങ്ങിയാൽ അച്ചടക്കമുള്ള ഒരു ഭർത്താവായി ചന്ദ്രമോഹൻ മാറുമെന്ന് കുസുമം കരുതിയിരുന്നു. ചന്ദ്രമോഹന് ജോലിസ്ഥലത്തും അച്ചടക്കത്തോടെ പെരുമാറാൻ ആകുമായിരുന്നില്ല. അയാൾ താനൊരു സാമൂഹ്യ പ്രവർത്തകനാണെന്നും രാഷ്ട്രീയക്കാരനാണെന്നും അതിനാൽ സമയക്ലിപ്തതയൊന്നും പാലിക്കാൻ സാധിക്കുകയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നു. മറ്റുള്ളവർക്കാണെങ്കിൽ മേലധികാരികളോട് സമരത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചിരുന്ന ചന്ദ്രമോഹൻ തരം കിട്ടുമ്പോഴൊക്കെ മേലധികാരികൾക്ക് വേണ്ട സേവ ചെയ്തു കൊടുക്കാൻ പതിവാക്കി. മേലധികാരികൾക്ക് ചന്ദ്രമോഹനനെ പോലെയുള്ള നേതാവിനെയായിരുന്നു ആവശ്യം. അതുകൊണ്ട് തന്നെ യൂണിയൻ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് ചന്ദ്രമോഹന്റെ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തേണ്ടെന്ന് മേലധികാരികൾ തീരുമാനിക്കുകയായിരുന്നു. ചന്ദ്രമോഹന്റെ വീറുറ്റ പ്രസംഗങ്ങളും പ്രകടനങ്ങളുമായി കമ്പനി ഒരുവിധം മുന്നോട്ട് നീങ്ങുകയായിരുന്നു. തൊഴിലാളികളുടെ പ്രതിനിധി എന്ന നിലയിൽ ഡയറക്ടർ ബോർഡിൽ ഒരാൾ ഉണ്ടെങ്കിൽ സമരം കൂടാതെ തന്നെ ആവശ്യങ്ങൾ നേടിയെടുക്കാമെന്ന ചിന്ത സംഘടനയിൽ വേരൂന്നി. ചന്ദ്രമോഹൻ ഉള്ളാലെ സന്തോഷിക്കുകയായിരുന്നു. കമ്പനി ഡയറക്ടറാകാനുള്ള അവസരം മുതലാക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. അത്തരമൊരാവശ്യം മേലധികാരികൾക്ക് മുൻപിൽ രേഖാമൂലം സമർപ്പിച്ചു. തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ കമ്പനി ഡയറക്ടർ ബോർഡിൽ അവതരിപ്പിക്കണമെങ്കിൽ തൊഴിലാളികളുടെ പ്രതിനിധി ഡയറക്ടർ ബോർഡിൽ ഉണ്ടാകണമെന്ന വാദം തൊഴിലാളികൾക്കിടയിൽ ആഴത്തിൽ വേരോടി. വിവിധ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ഓർഡറുകളും കരാറുകളും അനുസരിച്ച് ഇത്തരമൊരവസരത്തിൽ സമരം കമ്പനിക്ക് ദോഷം ചെയ്യുമെന്ന് ചന്ദ്രമോഹൻ വിലയിരുത്തി. തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ അനുവദിച്ചു തന്നില്ലായെങ്കിൽ കമ്പനി സമരത്തിലേക്ക് നീങ്ങുമെന്ന് ഭീഷണിപ്പെടുത്തി. കമ്പനി ഡയറക്ടേഴ്സ് യോഗം ചേർന്ന് ഇത്തരമൊരവസരത്തിൽ സമരം മൂലം ഉൽപാദന നഷ്ടമുണ്ടാകരുതെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഒത്തുതീർപ്പ് വ്യവസ്ഥയനുസരിച്ച് ചന്ദ്രമോഹനെ തന്നെ കമ്പനി ഡയറക്ടറായി നിശ്ചയിച്ചു. ചന്ദ്രമോഹനെ കൂട്ടാതെ കമ്പനി ഡയറക്ടേഴ്സ് അനൗപചാരികമായി യോഗം ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങി. ഔപചാരിക യോഗത്തിൽ മിനിറ്റ്സ് എഴുതി തീരുമാനങ്ങൾ രേഖപ്പെടുത്തും. ചന്ദ്രമോഹന് കമ്പനി ഡയറക്ടറുടെ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കും. ഡയറക്ടർ എന്ന നിലയിൽ ലഭിക്കുന്ന ശീതളിമയിലും സുഖലോലുപതയിലും പദവിയിലും അയാൾ അറിയാതെ മയങ്ങി. തൊഴിലാളികളുടെ യോഗങ്ങളും മറ്റും ചേരുമ്പോൾ ചന്ദ്രമോഹനൻ വിശിഷ്ട അതിഥിയായിരിക്കും. കമ്പനി ഡയറക്ടേഴ്സിനെ സംബന്ധിച്ച് അത് വളരെ ആശാവഹമായിരുന്നു. അനൗപചാരികമായി കമ്പനി ഡയറക്ടേഴ്സ് യോഗം ചേർന്ന് ചന്ദ്രമോഹൻ പ്രതിനിധീകരിക്കുന്ന യൂണിറ്റ് പൂട്ടിയിടാൻ തീരുമാനിച്ചു. മറ്റ് യൂണിറ്റുകൾ തുടർന്ന് പ്രവർത്തിക്കുക, ലാഭകരമായി പ്രവർത്തിക്കും വിധം പുതിയ ഓർഡറുകൾ ലഭിക്കും വരെ ചന്ദ്രമോഹൻ പ്രതിനിധീകരിക്കുന്ന യൂണിറ്റ് പൂട്ടിയിടുക. സമാധാനപരമായ അന്തരീക്ഷത്തിൽ കമ്പനി പൂട്ടിയിടാൻ സാധ്യമല്ല എന്ന് ഡയറക്ടേഴ്സിനറിയാം. അവർ ചന്ദ്രമോഹനുമായി വിലപേശാൻ തന്നെ തീരുമാനിച്ചു. ചന്ദ്രമോഹന് കമ്പനി നിശ്ചിത ശതമാനം ഓഹരി ഓഫർ ചെയ്തു. ഓഹരി വിലയാകട്ടെ കോടികൾ വിലമതിക്കുന്നതായിരുന്നു.
ചന്ദ്രമോഹന് ഓഫർ സ്വീകരിക്കാതിരിക്കാനാവുമായിരുന്നില്ല. അയാൾ ഡയറക്ടേഴ്സുമായി സഹകരിക്കാൻ തന്നെ അവസാനം തീരുമാനിച്ചു. തൻ്റെ ചരിത്രം ഇത്ര എളുപ്പം തിരുത്തി എഴുതാൻ കഴിയുന്നതിൽ അയാൾ മനസ്സാ സന്തോഷിച്ചു. ചന്ദ്രമോഹൻ തൊഴിലാളികളുടെ യോഗത്തിൽ കമ്പനി ഡയറക്ടേഴ്സിൻ്റെ തീരുമാനം തെറ്റായി റിപ്പോർട്ട് ചെയ്തു. കമ്പനി ഡയറക്ടേഴ്സിൻ്റെ ഇല്ലാത്ത തീരുമാനത്തിനെതിരെ സമരം ചെയ്യാൻ യോഗത്തിൽ തൊഴിലാളികളെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചു. സമരം ശക്തമായി. അസംസ്കൃത സാധനങ്ങളുമായി വരുന്ന വാഹനങ്ങൾ കമ്പനി ഗേറ്റിൽ തന്നെ തടയും. ഉൽപ്പന്നങ്ങളൊന്നും പുറത്തേക്ക് പോകാൻ അനുവദിച്ചതുമില്ല. ഇത്തരമൊരു അവസരം ലഭ്യമാക്കിയതിൽ കമ്പനി ഡയറക്ടേഴ്സ് ഉള്ളാലെ ആഹ്ലാദിക്കുകയായിരുന്നു. കമ്പനിയെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുത്തിയതിൽ ചന്ദ്രമോഹനെ മറ്റു ഡയറക്ടേഴ്സ് അനുമോദിച്ചു. അടുത്ത ദിവസം ജോലിയിൽ പ്രവേശിക്കാൻ തയ്യാറായി വന്ന തൊഴിലാളികൾ കമ്പനി വാതിൽക്കൽ ഒരു നോട്ടീസ് വായിച്ചു. അതിൽ മറ്റു ഡയറക്ടേഴ്സിനൊപ്പം ചന്ദ്രമോഹനും ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അത് കമ്പനി ലോക്കൗട്ട് ചെയ്തുകൊണ്ടുള്ള നോട്ടീസായിരുന്നു.